നമ്മൾ തങ്ങന്മാരെ ചീത്ത വന്നു എന്നുള്ളതാണ്. സുന്നി വേദിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് കുറച്ച് മോശമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. സുന്നി വേദി എന്നത് എ പി ഉസ്താദർക്ക് പ്രസിദ്ധീകരണമല്ല, എ പി ഉസ്താദിന്റെ സംഘടനയുടെ മുഖപത്രമല്ല. ആദ്യം ആ വാചകം ഒന്ന് കേട്ടിട്ട് അതിൽ ആരുടേതാണതെന്ന് നമുക്ക് പിന്നെ വിശദീകരിക്കാം. കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന് പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നി വേദി. ആര് പുറത്തിറക്കിയ സുന്നി വേദി? NDP പുറത്തിറക്കിയത് SSFന്റെ മുഖപത്രാണോ SYFന്റെ മുഖപത്രാണോ? നിങ്ങളിറക്കിയത് എന്ന് പറഞ്ഞാൽ ആരിറക്കിയത് കേട്ടോ? MDPയുടെ മുഖപത്രം. ആരാണ് MDPയുടെ ഉപദേശക സമിതി ചെയർമാൻ? ഇത് കണ്ടോ, 1984 ചന്ദ്രികാ ദിനപത്രം. ആ ചന്ദ്രികാ ദിനപത്രത്തിൽ ബഹുമാനപ്പെട്ട ശംസുന്നയുടെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പ്രസ്താവനയുടെ ഹെഡിങ്? സുന്നികൾ തനിമ നിലനിർത്തണം, സുന്നികൾ വേറിട്ട് നിൽക്കണമെന്നാണ്. വേറിട്ട് നിൽക്കണമെന്ന പേരിൽ ശംസുന്നയുടെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പക്ഷേ ആ പ്രസ്താവന കൊടുത്തിട്ട് അവസാനം ബഹുമാനപ്പെട്ട ശംസുന്നയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം ആരാണ്? MDPയുടെ ഉപദേശക സമിതി മെമ്പറാണ്. MDP സുന്നിവേദി MDPയുടെ മുഖപത്രം, MDPയുടെ ഉപദേശക സമിതിയായി ചന്ദ്രിക പരിചയപ്പെടുത്തുന്നത് ആരെ? ശംസുന്നയെ. ഇതിന് പരിഹാരമുടനെ നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾ പറയുന്നത് എന്താണ്? അങ്ങനെ പലപ്പോഴും ആലിമീങ്ങളെ കുതിര കയറിയിട്ടുണ്ട്, സാദാത്തുക്കളെ കുതിര കയറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുന്നമ തന്നെ പലപ്പോഴും തെറികളും അതുപോലെ ചീത്തകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? മതത്തിന്റെ പണ്ഡിതന്മാരെയും മതരംഗത്തെയും രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ശംസുന്നമയെ പ്രചോദനം ചെയ്യപ്പെട്ടിട്ടില്ലേ? കാമിൽ അലിയല്ല എന്ന പേരിൽ നാട്ടുകവി മുസ്ലിംസിയാരെ ബഹുമാനപ്പെട്ട ശംസുന്നമക്ക് ബഹുമാനപ്പെട്ട കാമികളിയല്ല എന്ന എതിരിൽ ബഹുമാനപ്പെട്ട ശംസുന്നമക്ക് തൃശൂർ ജില്ല കാമിയാക്കിയപ്പോൾ ശംസുന്നമക്ക് ഒരു പഞ്ചായത്ത് കാമി പോലും ആകാൻ കഴിയില്ലെന്നും ശംസുന്നമയുടെ പദ്ധതികൾ ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെന്നും മുമ്പ് നാട്ടുക മുസ്ലിം എഴുതി. ഇനിയോ മാപ്പിള നാട്ടിൽ ഈ ജാരസന്തതിയുടെ തന്തയാടി എന്ന പേരിൽ എഴുതിയ ലേഖനത്തിൽ അതുപോലെ ബഹുമാനപ്പെട്ട ശംസുന്നമയെ ശംസുന്നമായതിനു പകരം രാഷ്ട്രീയത്തുന്നമായെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെയോ ഇനിയും ഈ എരപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ എന്ന പേരിൽ മാപ്പിള നാട്ടിൽ മുമ്പ് ശംസുന്നമയെ താറടിച്ചിട്ടില്ലേ? അതൊക്കെ ആരാ? രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ സുന്നത്തിയമായതിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചവരുടെ കപടവാചകങ്ങളായിരുന്നു അതൊക്കെ. മാത്രമല്ല മാപ്പിള നാട്ടിൽ എഴുതി, എന്താണ് എഴുതിയത്? ശംസുന്നമയുടെ തോട് കൊണ്ട് ഡബിൾ ടക്കർ ചെരുപ്പ് നിർമ്മിക്കണമെന്ന് വരെ എഴുതി. എന്തുകൊണ്ട്? അത് രാഷ്ട്രീയം തലയിൽ കയറിയപ്പോൾ കണ്ണു കാണാതെ പോയതാണ്. അതിന് കാന്തപുരം ഉസ്താദ് ഉത്തരവാദിയല്ല, സമസ്തയുടെ ആലിമീങ്ങൾ ഉത്തരവാദിയല്ല. ഞങ്ങൾക്ക് സയ്യിദുമാരും ആലിമീങ്ങളുമാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ പിന്നുള്ള പ്രശ്നം എന്താണ്? രാഷ്ട്രീയത്തിന് മുമ്പ് ചന്ദ്രികാ ദിനപത്രത്തിൽ ബാപ്പുട്ടി തങ്ങളെ പന്നിയിറച്ചി തിന്നുന്ന രൂപത്തിൽ ചിത്രീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? രാഷ്ട്രീയത്തിലെ ഭിന്നതയാണ്. അവിടെയൊക്കെ രാഷ്ട്രീയമാണ് അപകടം ചെയ്തത്. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയത്തിന്റെ ലെവലിൽ, മതത്തിന്റെ ലെവലിൽ വിടണമെന്ന് പറയാൻ കാരണം ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന വസ്തുതകളാണ്. പക്ഷേ അതിന്റെ പേരിൽ കാന്തപുരത്തെയും കുതിര കയറുകയാണ് ചെയ്തത്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആലിമീങ്ങളുടെ നിലപാടെടുക്കണം. പണ്ഡിതന്മാർ അവിടെ ഡ്യൂട്ടി നിർവഹിക്കണം. എന്താണത്? മുസ്ലിം സമുദായത്തിന് മതപരമായ നേതൃത്വം കൊടുക്കുക, സാമൂഹ്യപരമായ കരുത്തും പവറും നൽകി സാമൂഹിക സമുദ്ധാരണ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അവരുടെ മതപരമായ വിഷയങ്ങളിൽ ഫത്വ കൊടുക്കുക എന്നതാണ്. എന്നാൽ അതിനിവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സമസ്ത ഉണ്ടോ? ആ സമസ്തയിൽ ഒരു മുശാവറയുണ്ടോ? ആ മുശാവറയിൽ പണ്ഡിതന്മാരുണ്ടോ? പക്ഷേ കാസിമി മൗലവി ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്ത്? കണ്ടു പഠിച്ചു നോക്കിയിട്ടാ മൂപ്പര് പറയാം. എന്നാ മൂപ്പരല്ല, മൂപ്പരെ വലിയ ആൾക്കാരൻ അങ്ങനെയല്ല പറയലെന്ന് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം മൂപ്പരെ ഡയലോഗ് കേട്ടു. ചെറുപ്പക്കാരെ, കണ്ടു പഠിച്ച് നോക്കിയിട്ട് പറയാണ്, തോന്നിയത് പറയാൻ അല്ല കേട്ടോ.
ഇയാളെന്നല്ല, ഇയാളെ വലിയ മൂല്യന്മാരൻ അങ്ങനെയല്ല പറയല്. പക്ഷെ ഡയലോഗിൽ എന്ത് പറയും? ഇയാൾ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ഫത്വ സമസ്തിക്ക് കിട്ടിയാല് എന്താ ചെയ്യാ? ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവിക്ക് ഒരു ഫത്വ കിട്ടിയാൽ എന്തു പറയും? അത് സമസ്ഥാനത്ത് കൊടുക്കണം, വെണങ്ങോടിന്റെ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ പേരൊടുക്കാതിനെ എങ്ങനെ പേര് കുതിരയാക്കിയാലും ഫത്വന്റെ വിഷയ പറയുന്നത് എന്നതുകൊണ്ട് ആ പറയുന്ന കൂട്ടത്തിൽ അറിയാതെ പേരോട് നിന്നുള്ള പേരോന്ന് വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോളി. പിന്നെ അയാൾ തിരിച്ചിട്ട് പണങ്ങോടൊന്നും പറയണ്ടേ. അപ്പൊ ഒരു ഫത്വ കിട്ടിയാൽ എന്ത് ചെയ്യും? ഉടനടി ഫത്വ പറയില്ല, മറുപടി കൊടുക്കൂല. പിന്നെ ഇതൊക്കെ കൂടി ആലോചിച്ച് ഫത്വ കമ്മിറ്റി കൂടിയിട്ടേ ഫത്വ കൊടുക്കുള്ളൂ എന്നാ വെറുതെ പറയാ. എന്നിട്ട് ഇയാൾ പറയാ ചായപ്പീടിയിൽ ഇപ്പൊ ഒരു ഫത്വ കിട്ടിയാലോ ഉടനെ പറയുന്നതാണ്. അത് കേട്ടിട്ട് നമുക്ക് ആ ഫത്വ കമ്മിറ്റി ഒന്ന് നോക്കാം. നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നങ്ങൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരോട് ഒന്ന് പോയി ചോദിച്ചു നോക്കൂ, നാളെ വരിയെന്ന് പറയും. അല്ലെങ്കിൽ മാലിന്റെ അഡ്രസ്സ് വരെ ഫത്വ കമ്മിറ്റി കൂടിയിട്ട് അടുത്ത ആഴ്ച തീരുമാനം പറയാം. ഞങ്ങൾ അഡ്രസ്സ് തന്ന് പോയി, ഞാൻ അവിടെ നമസ്കാരത്ത് എഴുതി കൊടുക്കുകയും അവിടെ ഉണ്ടാവും ആലിബാബിൻ്റെ എത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്നാലെത്ത് കൊടുക്കുകയും പേര് പണങ്കോടിൻ്റെ തേരി കൊടുക്കുക എന്നൊക്കെ, പേര് പണങ്കോടിൻ്റെ തേരി കൊടുക്കുക എന്നൊക്കെ, പേര് പണങ്കോടിൻ്റെ തേരി കൊടുക്കുക എന്നൊക്കെ പറയും. ഇതേ വർത്താനം നിങ്ങൾ ഇവിടെ അടുത്തൊരു ചായപ്പൊടി പറഞ്ഞു, അപ്പം തീരുമാനം പറയും. അങ്ങനെ അല്ലെങ്കിൽ പള്ളി പൊളിച്ചുണ്ടാക്കേണ്ട ഒരു വഖഫിന്റെ മരം അവിടുന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറുത്താനോട് ചോദിച്ചാൽ പറയും നിങ്ങൾ നാളെ വരുമെന്ന് അറിയാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫത്വ കമ്മിറ്റി കൂടിയിട്ട് ഒറ്റയ്ക്ക് തീരുമാനം പറയില്ല, ഞങ്ങൾ 5 ആൾ കൂടിയിട്ട് തീരുമാനം പറയുള്ളൂ. അപ്പോൾ അടുത്ത ഫത്വ കമ്മിറ്റി അടുത്ത ആഴ്ച കൂടട്ടേട് പറയും. ഇതെന്നെ ഇവിടുത്തെ ചായപ്പൊടി പറഞ്ഞു അതെങ്ങനെയാന്ന് വ്യക്തം പറയും. അതങ്ങനെയല്ല, അതെങ്ങനെയാന്ന് ഞാൻ പറയാത്ത ചേളാരിയിൽ പറഞ്ഞാലും ചായപ്പിടി പറഞ്ഞാലും ഒരേ മാതിരി അപ്പൊ പറയും. ഞാൻ വെറുതെ പറയില്ല. അതിനിടയ്ക്കാണ് പേരോന്ന് വരുന്നതല്ല. അത് ഫത്വന്റെ കാര്യം മുതൽ എങ്ങനെ കുതിരാക്കി ഇൽമ പറയാൻ ഓരോ പറ്റുള്ളൂ എന്ന് തൊഴിൽ കൂടെ അറിയാതെ വരാണ് ഇരിക്കട്ടെ. എന്നിട്ട് ഇയാൾ പറയും ചായപ്പിടി പറഞ്ഞ അപ്പൊ തന്നെ കിട്ടും ഫത്വാണ്. അത് ചേളാരി പറഞ്ഞാലും അങ്ങനെയാ കിട്ടുക. നിങ്ങൾക്ക് ഓർമ്മല്ലേ ബഹുമാനപ്പെട്ട ചെറുക്കുൾ അബ്ദുള്ള എന്നല്ലേ മൂപ്പരേതോ ഒരു അലാക്ക് കുടുങ്ങിട്ട് തൊട്ടൂന്ന് കേട്ടപ്പോ ചായപ്പിടിച്ചിനേക്കാളും സ്പീഡിലുള്ള ഫത്വ വന്നത്. മാതൃഭൂമിനെ പത്ര ഒരു ദിവസത്തെ പത്ര ബൈക്കും ബൈസാല എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ തെർത്തീവും മുമാരാത്തും തെറ്റാതെ പ്രസ്താവന വന്നു. ആദ്യത്തെ പ്രസ്താവന എന്താ? ചെറുക്കുളം പള്ളിയിൽ കയറരുത്. ഒരു ഫത്വയത് ചായപ്പിടിയിൽ വരെ എങ്ങനെ കിട്ടൂല ഫത്വ. എന്നിട്ട് എന്താ പറയുന്നത്? അന്യമതാചാരം അനുഷ്ഠിച്ച മന്ത്രി ചെറുക്കുളം വന്നുള്ള മതത്തിന് പുറത്താണെന്നും അദ്ദേഹം പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ഉമർ അലി ആരാ? SYSന്റെ പ്രസിഡന്റ്. അപ്പോ ചെറുക്കുളം പൊട്ടിട്ടിട്ടുണ്ട്, ഫത്വ കിട്ടാണ്. അതുകൊണ്ട് ചെറുക്കുളം പള്ളി കയറാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ഈ വരുന്ന ഫത്വേ വ്യാഴാഴ്ച രാത്രി കൊടുത്ത ഫത്വ വെള്ളിയാഴ്ച ജുമക്കായി ടൈം ഇടങ്ങേറായല്ലേ. അതേ പത്രത്തിൽ തന്നെ അന്ന് രാത്രി എന്താണ് അസ്ഗരി തങ്ങളെ വേറൊരു ഫത്വ, ഉമർ അലി തങ്ങൾ ഇപ്പുറത്ത് നിന്നിട്ട് പുറത്തേക്ക് തട്ടുക ചെറുക്കുളത്തിനെ. അപ്പൊ നമ്മൾ അസ്ഗരി അങ്ങേ പോസ്റ്റ് മൂപ്പര് നിന്നിട്ട് പറയാണ് വിശ്വസിക്കാതെ തിലകൻ ചാർത്തിയ പുറത്താവൂല, ചെറുക്കുളത്തിന് ഇങ്ങോട്ടൊരു തെറ്റ്. അങ്ങനെ നോക്കിയാണെങ്കിൽ പുറത്താക്കാനും പറ്റൂല. ഒന്ന് ചോദിക്കണം എങ്ങനെയാ അത് ചാർത്തിയത്. സുബ്ഹാനല്ലാഹ്. ചെറുക്കുളാണെങ്കിലോ ഒരു തട്ട് അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് ഇയാളെ കൊണ്ട് പന്തത്തല്ലേ. ചായപ്പിടിയിലെ പത്തുവ വരെ എങ്ങനെയുണ്ട് എങ്ങനെമാരെ ഈ ചേളാരിയിലെ പത്തുവനെ. അപ്പോഴാണ് സഹോദരന്മാരെ ചെറുക്കുളം പറയും തട്ടല്ലി മോരന്മാരെ തിലകൻ ചാർത്തിയത് ഞാനല്ല, അത് ഞാൻ കുഞ്ഞിരായും കുറുക്ക് കൊടുക്കുന്നതാ. അപ്പോ സംഗതി എന്തായി? ജുമാക്ക് നേരായി പള്ളി കയറണോ അതോ കൊലായ്മ നിൽക്കണോ? ഇടങ്ങേറായില്ലേ? ജുമാ നിസ്കരിക്കണോ അതോ വെറിയിലിരിക്കണോ? അപ്പൊ വലിയ തങ്ങൾ പാപ്പാനോട് ചോദ്യം എന്താണ്? എന്താ ഇതിന്റെ മതം നിലപാട്? പക്ഷെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അതിന് മട്ടത്തിലൊരു നിലപാടെടുത്തു. എന്താ? അത് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ചായപ്പിടിത്ത മാതിരി കൊടുക്കാൻ പാടില്ല. ശരിക്കും ശിഹാബ് തങ്ങൾ ആ മുസാവറിയിൽ ആളല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണ്. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ നയപരമായ ഒരു ഫത്വ കൊടുത്തു. എന്താ? അത് പിന്നീട് പ്രതികരിക്കും. അങ്ങനെ എടുത്തേക്ക് കാളെ വെച്ചെന്ന് പറയുമ്പോൾ അതിന് കയറെടുക്കാനൊന്നും നമ്മളെ കിട്ടൂല. മുമ്പ് ശംസുലമ്മന്റെ ഒപ്പം നടന്ന പരിചയം ഉണ്ടായിട്ടല്ലോ. ചെറുശ്ശേരി മൂലരും സെക്രട്ടറിയാണ്. അതുകൊണ്ട് ചായപ്പിടി ഇരുത്തിനേക്കാളും സ്പീഡിലായിട്ട് എന്ത് കിട്ടാണ്? ഫത്വ